ഹായ് എവ്രി വൺ വെൽക്കം ടു സൈലം ലേണിംഗ്. അപ്പോൾ നമ്മുടെ അഡ്വാൻസ് ആയി കഴിഞ്ഞു, ഇത് എത്താനായി. അപ്പോൾ നമ്മൾ അഡ്വാൻസിനുള്ള കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്ടർ ഓൾജിബ്രയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ്, സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റും വെക്ടർ ട്രിപ്പിൾ പ്രൊഡക്റ്റും. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് അതിൽ നിന്ന് അഡ്വാൻസിന് വന്ന ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. ഓക്കെ, എന്താണ് സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് നോക്കാം. എ ബി സി മൂന്ന് വെക്ടേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ദ സ്കലാർ എ ക്രോസ് ബി ഡോട്ട് സി ഈസ് കോൾഡ് ദ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് എ ബി ആൻഡ് സി ഡിനോട്ടഡ് ബൈ ബോക്സ് എ ബി സി. ബോക്സ് എ ബി സി എന്ന് വായിക്കാം, ഡിനോട്ടഡ് ബൈ ബോക്സ് എ ബി സി. ഇപ്പൊ മൂന്ന് വെക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മൂന്ന് വെക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണ് ഈ ട്രിപ്പിൾ പ്രൊഡക്റ്റിൽ. അപ്പോൾ ആ മൂന്ന് വെക്ടേഴ്സ് എ ബി സി ആണെങ്കിൽ എ ക്രോസ് ബി ഡോട്ട് സി, എ ക്രോസ് ബി ഡോട്ട് സി, ഒരു എ ക്രോസ് ബി എന്ന് പറഞ്ഞ വെക്ടറിനെ സിയുമായിട്ട് ഡോട്ട് ചെയ്യുന്നു. അപ്പോൾ കിട്ടാൻ പോകുന്നത് സ്കലാർ ആണ്. ആ സ്കലാറിന് പറയുന്ന പേരാണ് സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് എ ബി ആൻഡ് സി. എ ക്രോസ് ബി ഡോട്ട് സി, എ ക്രോസ് ബി ഡോട്ട് സി എന്ന് പറയുന്ന സ്കലാറിന് പറയുന്ന പേരാണ് സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് എ ബി ആൻഡ് സി. ഇതിനെ നമ്മൾ ബോക്സ് എ ബി സി എന്ന് ഡിനോട്ട് ചെയ്യും, ബോക്സ് എ ബി സി. അപ്പൊ ഇതാണ് സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്, മൂന്ന് വെക്ടേഴ്സ് എ ബി സിയുടെ. എ ക്രോസ് ബി ഡോട്ട് സി ചെയ്താൽ കിട്ടുന്ന ഒരു സ്കലാർ ആണ്, ഒരു നമ്പർ ആയിരിക്കും. കാരണം ലാസ്റ്റ് ചെയ്യുന്നത് വെക്ടർ ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്താൽ ഒരു നമ്പർ അല്ലേ കിട്ടുക. അപ്പൊ ഇത് ചെയ്താൽ ഒരു നമ്പർ ആണ് കിട്ടുക, ഒരു സ്കലാർ ആണ് കിട്ടുക. അതുകൊണ്ടാണ് സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ പേര്. ഇനി ആ നമ്പർ എങ്ങനെ കാണാം, ആ നമ്പർ എങ്ങനെ കാണാം? അപ്പോൾ മൂന്ന് വെക്ടേഴ്സ് കമ്പോണന്റ് ഫോമിലാണ് തന്നിട്ടുള്ളത്. എ ബി സി, ഈ മൂന്ന് വെക്ടേഴ്സ് തന്നിട്ടുള്ളത് കമ്പോണന്റ് ഫോമിലാണ്. ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി. മൂന്ന് വെക്ടേഴ്സ് നമുക്ക് കമ്പോണന്റ് ഫോമിൽ അറിയാം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ബോക്സ് പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു, ഇവരുടെ ബോക്സ് പ്രൊഡക്റ്റിന്റെ വാല്യൂ, അതൊരു സ്കലാർ ആണ്. ആ സ്കലാറിന്റെ വാല്യൂ ഇതാണ്, ഡിറ്റർമിനന്റ് ഓഫ് A1 A2 A3 ഫസ്റ്റ് റോ, സെക്കൻഡ് റോ B1 B2 B3, തേർഡ് റോ C1 C2 C3 എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിൽ ഉണ്ടാവുന്നത് വെക്ടർ എന്റെ കമ്പോണൻസ് ആണ്, സെക്കൻഡ് റോയിൽ വെക്ടർ ബിന്റെ കമ്പോണൻസ് എഴുതുന്നു, തേർഡ് റോയിൽ വെക്ടർ സിന്റെ കമ്പോണൻസ് എഴുതുന്നു. ആ ഡിറ്റർമിനന്റ് കണ്ടാൽ ആൻസർ ആയി. ആ ഡിറ്റർമിനന്റ് കണ്ടാൽ കിട്ടുന്നതാണ് എ ക്രോസ് ബി ഡോട്ട് സി, സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഓഫ് ത്രീ വെക്ടേഴ്സ് എ ബി ആൻഡ് സി. അപ്പൊ ആ നമ്പർ കാണാൻ വളരെ എളുപ്പമാണ്. മൂന്ന് വെക്ടേഴ്സിന്റെ കമ്പോണൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് വെക്ടർ ആയിട്ടുള്ള എന്റെ കമ്പോണൻസ് എഴുതുന്നു, അടുത്ത റോയിൽ ബിന്റെ എഴുതുന്നു, മൂന്നാമത്തെ റോയിൽ സിന്റെ എഴുതുന്നു. ആ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടാൽ കിട്ടുന്ന നമ്പർ ആണ് എ ക്രോസ് ബി ഡോട്ട് സി, ബോക്സ് എ ബി സി. അപ്പൊ ഈ ബോക്സ് എ ബി സി ഒരു ഡിറ്റർമിനന്റ് ആണ്, ഒരു നമ്പർ ആണ് ചെയ്താൽ കിട്ടുക. അത് ഡിറ്റർമിനന്റ് എന്നാണ് കിട്ടുക, അതൊരു ഡിറ്റർമിനന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ the properties of ABC will follow from the properties of determinants. ഇതൊരു ഡിറ്റർമിനന്റ് ആയതുകൊണ്ട് തന്നെ ഡിറ്റർമിനന്റിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതൊക്കെ ബോക്സ് എ ബി സിക്കും ഉണ്ടാവും. ഡിറ്റർമിനൻസിന് എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതൊക്കെ ബോക്സ് എ ബി സിക്കും ഉണ്ടാവും. ഡിറ്റർമിനൻസിന് കുറെ പ്രോപ്പർട്ടീസ് ഇല്ലേ, റോയും കോളവും മാറ്റിയാൽ ഇതിന്റെ വാല്യൂ മാറും, റോയും കോളവും മാറ്റിയാൽ വാല്യൂ നെഗറ്റീവ് ആവും, രണ്ട് റോയും രണ്ട് കോളവും മാറ്റിയാൽ വാല്യൂ സെയിം ആവും, പിന്നെ റോസ് തമ്മിൽ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, ഡിറ്റർമിനന്റ് വാല്യൂ മാറൂല, പിന്നെ റോസ് തമ്മിൽ ഈക്വൽ ആണെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആവും. അങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് ഡിറ്റർമിനൻസിനുണ്ടല്ലോ, അതൊക്കെ ബോക്സ് എ ബി സിക്കും ബാധകമാവും. ആ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആ മൂന്ന് വെക്ടേഴ്സിനെയും കമ്പണന്റ് ഫോംസിൽ തന്നിട്ടുണ്ടെങ്കിൽ കാണാം. ഇനി വോളിയം ഓഫ് എ പാരലലോപൈപ്ഡ്, ഈ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഒരു ഫിസിക്കൽ മീനിങ് ഉണ്ട്. അതൊരു പാരലലോപൈപ്ഡിന്റെ വോളിയം തരും. പാരലലോപൈപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, അതായത് ക്യൂബ്, ചെരിഞ്ഞിട്ടുള്ള ക്യൂബ്. ക്യൂബും ആക്ച്വലി പാരലലോപൈപ്ഡ് ആണ്. അതായത് ഒരു സോളിഡ് ഫിഗർ വിത്ത് 6 ഫേസസ് പാരലലോഗ്രാം, 6 ഫേസസും പാരലലോഗ്രാം ആണ്. ആൻഡ് ഓപ്പോസിറ്റ് ഫേസസ് ആർ പാരലൽ, ഓപ്പോസിറ്റ് ഫേസസ് പാരലൽ ആണ്. കണ്ടാൽ ഇതുപോലെ ഇരിക്കും, ഇങ്ങനെ ഉണ്ടാവും. 6 ഫേസസ് ഉണ്ട്, 6ഉം പാരലലോഗ്രാംസ് ആണ്. ഓപ്പോസിറ്റ് ഫേസസ് തമ്മിൽ പാരലൽ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ജിയോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആണ് പറയാൻ പോകുന്നത്. ദ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ബോക്സ് എ ബി സി
represents the volume of the parallelepiped whose coterminous edges ABC form a right-angled system of vectors. ഇങ്ങനെ 3 വെക്ടേഴ്സ് കോട്ടർമിനസ് എഡ്ജസ് ആയിട്ടുള്ള ഒരു പാരലലോപൈപ്ഡിന്റെ ഏരിയ ആയിരിക്കും ആ 3 വെക്ടേഴ്സിന്റെയും ബോക്സ് പ്രൊഡക്റ്റ് കണ്ടാൽ, സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കണ്ടാൽ കിട്ടാൻ പോകുന്നത്. ആ 3 വെക്ടേഴ്സിന്റെയും ബോക്സ് പ്രൊഡക്റ്റ് കണ്ടാൽ കിട്ടാൻ പോകുന്നത് ആ 3 വെക്ടേഴ്സും ഇങ്ങനെ കോട്ടർമിനസ് എഡ്ജസ് ആയിട്ടുള്ള ഒരു പാരലലോപൈപ്ഡിന്റെ വോളിയം ആയിരിക്കും. സാധാരണ ജെയ്മെയിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാരലലോപൈപ്ഡിന്റെ വോളിയം. ഇനി ചിലപ്പോൾ അഡ്വാൻസും ചോദിച്ചുകൂടായികയില്ല. അപ്പോൾ 3 കോട്ടർമിനസ് എഡ്ജസ് ഓഫ് എ പാരലോഗ്രാം ABC ആണ്, പാരലലോപൈപ്ഡ് ABC ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ ബോക്സ് ABC ചെയ്താൽ ആ പാരലലോപൈപ്ഡിന്റെ വോളിയം കിട്ടും. അതാണ് അതിന്റെ ജിയോമെട്രിക് ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ മീനിങ് പറയാം. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഇഫ് ABC ആർ സൈക്ലിക്കലി പെർമ്യൂട്ടഡ്, the value of scalar triple product remains same. ഈ ABCനെ സൈക്ലിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിന്റെ വാല്യൂ മാറൂല, സെയിം ആയിരിക്കും. അതായത് A ക്രോസ് B ഡോട്ട് C ആണല്ലോ നമ്മുടെ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. സൈക്ലിക്കലി ABCനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ BCA എന്ന് എഴുതി സൈക്ലിക്കലി മാറ്റിയത് അതേ ഓർഡർ തന്നെയാണ്, അതും ഈക്വൽ ആയിരിക്കും. C ക്രോസ് A ഡോട്ട് B എന്ന് എഴുതി സൈക്ലിക്കലി മാറ്റി, അതും ഈക്വൽ ആയിരിക്കും. ഇതെന്തുകൊണ്ട് ഈക്വൽ ആയെന്ന് ചോദിച്ചാൽ ഇതെന്തായിരിക്കും? ഡിറ്റർമിനൻ്റ് അല്ലേ. ഫസ്റ്റ് റോയിൽ A, സെക്കൻഡ് റോയിൽ B, തേർഡ് റോയിൽ C. ഇത് കാണുമ്പോൾ അതൊരു ഡിറ്റർമിനൻ്റിൻ്റെ വാല്യൂ അല്ലേ. അതിൽ ഫസ്റ്റ് റോയിൽ B, സെക്കൻഡ് റോയിൽ C, തേർഡ് റോയിൽ A. തേർഡ് റോയിൽ A അല്ലേ. അപ്പോൾ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. അപ്പം എയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പിന്നെ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടാവില്ലേ. അപ്പോൾ 2 പ്രാവശ്യം മാറ്റുമ്പോൾ 2 മൈനസ് വന്നിട്ടുണ്ടാവില്ലേ. അപ്പോൾ 2 മൈനസ് വരുമ്പോൾ പ്ലസ് ആവൂലേ. അപ്പോൾ അതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് കൊണ്ടാണ് എന്ത് വരുന്നത്, ഈ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ സെയിം ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സൈക്ലിക്കലി പെർമ്യൂട്ട് ചെയ്താൽ ഇവരുടെ എല്ലാം വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ബോക്സ് ABC ഈക്വൽ ടു ബോക്സ് BCA ഈക്വൽ ടു ബോക്സ് CAB. സൈക്ലിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും ABC പെർമ്യൂട്ട് ചെയ്താൽ ആ ബോക്സിൻ്റെ എല്ലാം വാല്യൂ സെയിം ആണ്. ABC, BCA ഇതേ ഓർഡറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ബോക്സിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി ഇതേപോലെ സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ ദ ചേഞ്ച് ഓഫ് സൈക്ലിക് ഓർഡർ ഓഫ് വെക്ടേഴ്സ് ഇൻ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് changes the sign of the scalar triple product but not the magnitude. ഈ സൈക്ലിക് ഓർഡർ എവിടെയെങ്കിലും പോയാൽ, സൈക്ലിക് ഓർഡറിലേ മെയിൻറ്റെയിൻ ചെയ്താൽ ആ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് സെയിം ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ സൈക്ലിക്സിറ്റി എവിടെയെങ്കിലും പോയാൽ, ഇപ്പോൾ ABC ഉള്ളത് ഇത് രണ്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് മാറ്റിയതേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇപ്പം സൈക്ലിക് അല്ല, ഓർഡർ പോയി. അങ്ങനെ എങ്ങാനും ഓർഡർ പോയാൽ ഇതിൻ്റെ വാല്യൂ ആദ്യത്തേതിൻ്റെ നെഗറ്റീവ് ആവും. സൈക്ലിക് ഓർഡർ പോയാൽ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്താവും? സൈൻ ചേഞ്ച് ചെയ്യും, നെഗറ്റീവ് ആവും. ഇവിടെ സൈക്ലിക് പോയി, ABC ആയിരുന്നു ഓർഡർ, ഇപ്പം CBA ആയി, സൈക്ലിക് പോയി, അപ്പോൾ ഒരു നെഗറ്റീവും കൂടി വരും. ഇവിടെയും സൈക്ലിസിറ്റി പോയി, അപ്പം നെഗറ്റീവ് വരും. അപ്പം സൈക്ലിസിറ്റി പോയി കഴിഞ്ഞാൽ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ നെഗറ്റീവ് ആവും. സൈക്ലിക്കലി മെയിൻറ്റെയിൻ ചെയ്താൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് 2 പ്രോപ്പർട്ടീസ്. ഇത് രണ്ടും വരുന്നത് ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടീസ് എന്നാണ്. ഇനി ഇഫ് ഇൻ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ദ പൊസിഷൻസ് ഓഫ് ഡോട്ട് ആൻഡ് ക്രോസ് ക്യാൻ ബി ഇന്റർചേഞ്ച്ഡ് പ്രൊവൈഡഡ് ദാറ്റ് ദ സൈക്ലിക് ഓർഡർ ഓഫ് ദ വെക്ടേഴ്സ് റിമൈൻസ് ദ സെയിം. സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൽ ഒരു ഡോട്ടും ഉണ്ട്, ഒരു ക്രോസും ഉണ്ട്. A ക്രോസ് B ഡോട്ട് C ആണ്. സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ബോക്സ് ABC A ക്രോസ് B ഡോട്ട് C ആണ്. ഇതിലെ ഈ ഡോട്ടിനെയും ക്രോസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഇതിനെ A ഡോട്ട് B ക്രോസ് C എന്നും എഴുതാം. ഈ ഡോട്ട് ഇവിടെയും ക്രോസ് ഇവിടെയും വന്നു, അപ്പോൾ A ഡോട്ട് B ക്രോസ് C ആവും. A ഡോട്ട് B ക്രോസ് C എന്നും എഴുതാം. ഡോട്ടിനെയും ക്രോസിനെയും ഇന്റർചേഞ്ച് ചെയ്യാം, സൈക്ലിസിറ്റി മാറ്റാതെ. ഈ ABC അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത്, അത് അവിടെ തന്നെ നിർത്തണം.
അങ്ങനെ നിർത്തിയിട്ട് ഡോട്ടിനെയും ക്രോസിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അപ്പോൾ എ ബി സി, ബോക്സ് എ ബി സി എന്ന് പറഞ്ഞാൽ അത് എ ക്രോസ് ബി അല്ല, അത് എ ഡോട്ട് ബി ക്രോസ് സിയും ആവാം, പിന്നെ എന്തും ആവാം, എ ക്രോസ് ബി ഡോട്ട് സിയും ആവാം. രണ്ട് ആണെങ്കിലും ഈക്വൽ ആണ്. രണ്ട് രീതിയിലും അതിനെ എഴുതാം. എ ക്രോസ് ബി ഡോട്ട് സി അല്ലെങ്കിൽ എ ഡോട്ട് ബി ക്രോസ് സി. അതാണ് പ്രോപ്പർട്ടി നമ്പർ 3. ഇനി അതേപോലെ പ്രോപ്പർട്ടി നമ്പർ 4. ഇതിൻ്റെയൊക്കെ കൂടെ സ്കലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കലാസിനെല്ലാം പുറത്തെടുത്തിട്ട് വെക്ടേഴ്സിന്റെ മാത്രം ബോക്സ് കണ്ടാൽ മതി. നമ്മളോട് ബോക്സ് കാണാൻ ചോദിച്ച വെക്ടേഴ്സിലൊക്കെ ആ വെക്ടറിന്റെ കൂടെ സ്കലാർ മൾട്ടിപ്പിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ സ്കലാറിനെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്കലാറിനെ പുറത്ത് വെച്ചിട്ട് ഈ ബോക്സ് കണ്ടിട്ട് പിന്നെ ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സ്കലാർസിനെല്ലാം പുറത്തോട്ടാക്കാം. വെക്ടേഴ്സിനെ മാത്രം ട്രിപ്പിൾ പ്രൊഡക്റ്റ് കണ്ടിട്ട് പിന്നെ സ്കലാർസിനെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് പ്രോപ്പർട്ടി നമ്പർ 4. ഇനി പ്രോപ്പർട്ടി നമ്പർ 5. Scalar triple product of 3 vectors is 0 if any of 2 of them are parallel or collinear. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം പാരലലോ കൊലീനിയറോ ആയാൽ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് 0 ആവും. ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് പാരലലോ കൊലീനിയറോ ആയാൽ, പാരലലോ കൊലീനിയറോ എപ്പോഴാണ് ആവുക? ഒന്ന് മറ്റതിൻ്റെ മൾട്ടിപ്പിൾ ആവുമ്പോൾ. അപ്പോൾ ഡിറ്റർമിനന്റിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് A1 A2 A3, ഇത് B1 B2 B3, ഇത് C1 C2 C3. അതാണല്ലോ അതിൻ്റെ വാല്യൂ. ഇപ്പൊ ഈ വെക്ടറും കൊലീനിയർ ആയി കഴിഞ്ഞാൽ ഈ രണ്ട് റോസ് പ്രപ്പോർഷണൽ ആവില്ലേ? രണ്ട് വെക്ടേഴ്സ് കൊലീനിയർ ആയി കഴിഞ്ഞാൽ അവരുടെ കമ്പണൻസ് തമ്മിൽ പ്രപ്പോർഷണൽ ആവും. അപ്പോൾ ഡിറ്റർമിനന്റിൽ നോക്കുകയാണെങ്കിൽ ഈ റോസ് തമ്മിൽ പ്രപ്പോർഷണൽ ആവും. അങ്ങനെ റോസ് പ്രപ്പോർഷൻ ആയാൽ ഡിറ്റർമിനന്റിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ബോക്സ് 0 ആവും. അതാണ് പറഞ്ഞത്. ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ്, ആ 3 വെക്ടേഴ്സിലെ ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് തമ്മിൽ പാരലലോ കൊലീനിയറോ ആയാൽ ബോക്സ് പ്രൊഡക്റ്റ് 0 ആവും. സ്പെഷ്യൽ കേസ് പറയുകയാണെങ്കിൽ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് 0 if any 2 vectors are equal. രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആയാൽ ആ ഡിറ്റർമിനന്റിലെ രണ്ട് റോ ഈക്വൽ ആയ പോലെ ഉണ്ടാവും. ഡിറ്റർമിനന്റിലെ രണ്ട് റോ ഈക്വൽ ആയാൽ ഡിറ്റർമിനന്റ് വാല്യൂ 0 ആണ്. അപ്പൊ ഇതാണ് പ്രോപ്പർട്ടി 5. പ്രോപ്പർട്ടി 5 ഡിസ്കസ് ചെയ്യുന്നത് സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എപ്പോൾ 0 ആവും. സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് 0 ആവണമെങ്കിൽ ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് തമ്മിൽ പാരലലോ കൊലീനിയറോ ആയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ് ഈക്വൽ ആയാൽ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്താവും? 0 ആവും. ഇനി പ്രോപ്പർട്ടി 6 നോക്കാം. പ്രോപ്പർട്ടി 6 ഇതിലെ ഫസ്റ്റ് വെക്ടർ രണ്ട് വെക്ടേഴ്സിന്റെ കോമ്പിനേഷൻ ആണ്. A+B ആണ്, രണ്ട് സം ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് രണ്ട് സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ACD, ഇത് ഫസ്റ്റ് 3 എണ്ണവും ACDയും, അതായത് ഈ സമ്മിനെ നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്ന് ACDയും പിന്നെ BCDയും. ഇങ്ങനെ രണ്ട് സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്ട്സിന്റെ സം ആയിരിക്കും അത് വരുന്നത് ജസ്റ്റ് A+B ഡോട്ട് C ക്രോസ് D അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് അല്ലേ? ദാറ്റ് ഈസ് A ഡോട്ട് C ക്രോസ് D പ്ലസ് B ഡോട്ട് C ക്രോസ് D ആണ്. A ഡോട്ട് C ക്രോസ് D ആണ് ബോക്സ് ACD, B ഡോട്ട് C ക്രോസ് D ആണ് ബോക്സ് BCD. അതാണ് പ്രോപ്പർട്ടി 6ന്റെ പ്രൂഫ്. ഇനി കോപ്ലനാരിറ്റി ഓഫ് 3 വെക്ടേഴ്സ്. 3 വെക്ടേഴ്സ് കോപ്ലനാർ ആണോ എന്ന് നോക്കാൻ. 3 വെക്ടേഴ്സ് കോപ്ലനാർ ആണ്. 3 നോൺ സീറോ വെക്ടേഴ്സ് A, B ആൻഡ് C ആർ കോപ്ലനാർ. ഇവരെപ്പോൾ കോപ്ലനാർ ആവും? ഇവർ ഒരേ പ്ലെയിനിലാവണമെങ്കിൽ C ഈക്വൽ ടു λ1 A പ്ലസ് λ2 B ആവണം. അതിലെ മൂന്നാമത്തെ വെക്ടറിനെ ഈ രണ്ട് വെക്ടേഴ്സിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റണം. ഇവർ തമ്മിൽ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. ഇവർ കോപ്ലനാർ ആണെന്നുണ്ടെങ്കിൽ അതിലെ മൂന്നാമത്തെ വെക്ടറിനെ സ്കലാർ മൾട്ടിപ്പിൾ ഓഫ് ഫസ്റ്റ് വെക്ടർ പ്ലസ് സ്കലാർ മൾട്ടിപ്പിൾ ഓഫ് സെക്കൻഡ് വെക്ടർ, അങ്ങനെ രണ്ട് വെക്ടേഴ്സിന്റെ സം ആക്കിയിട്ട് എഴുതാൻ പറ്റും. ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും. അങ്ങനെ എഴുതാൻ പറ്റും 3 വെക്ടേഴ്സും കൊലീനിയർ ആണെങ്കിൽ. ഇനി 3 വെക്ടേഴ്സും കോപ്ലനാർ ആണെങ്കിൽ, ഇനി ഇവർ കോപ്ലനാർ ആണെന്ന് വിചാരിക്കുക. കോപ്ലനാർ ആണ്, അപ്പൊ എല്ലാവരും ഒരേ പ്ലെയിനിലാണ്. ഇവർ ഒരേ പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ
ഇവരുടെ വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കണ്ടാൽ ജിയോമെട്രിക്കലി അതിന്റെ മീനിങ് ഇവരുടെ പാരലോപൈപ്ഡിന്റെ വോളിയല്ലേ. ഇവർ മൂന്നും കൂടെയും ഇങ്ങനെ കോടെർമിനസ് ആയിട്ട് ഉണ്ടാക്കുന്ന പാരലോപൈപ്ഡിന്റെ വോളിയല്ലേ. ഇവര് കോപ്ലനാർ ആയി കഴിഞ്ഞാൽ പാരലോപൈപ്ഡ് ഉണ്ടോ? ഇല്ലല്ലോ. പാരലോപൈപ്ഡിന് ഒരു ഹൈറ്റ് വേണ്ടേ? ഹൈറ്റ് ഇല്ലല്ലോ, എല്ലാം ഒരേ പ്ലെയിനിലായില്ലേ. അപ്പൊ ഇവര് കോപ്ലനാർ ആയി കഴിഞ്ഞാൽ ഇവരുടെ പാരലോപൈപ്ഡിന്റെ വോളിയം 0 ആണ്. അപ്പൊ ബോക്സ് ABC 0 ആണ്. ഇതാണ് കണ്ടീഷൻ. 3 വെക്ടേഴ്സ് കോപ്ലനാർ ആവാനുള്ള കണ്ടീഷൻ ഇതാണ്. എവിടെയെങ്കിലും 3 വെക്ടേഴ്സ് കോപ്ലനാർ ആണെന്ന് പറഞ്ഞാൽ ഇവരുടെ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 ആണ്. ബോക്സ് ABC ഈക്വൽ ടു 0. അതിന് ഇങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. 3 വെക്ടേഴ്സ് കോപ്ലനാർ ആയി കഴിഞ്ഞാൽ ഇവർക്ക് പാരലോപൈപ്ഡ് ഇല്ല. പാരലോപൈപ്ഡ് ഇല്ലെങ്കിൽ പാരലോപൈപ്ഡിന്റെ വോളിയം 0. പാരലോപൈപ്ഡിന്റെ വോളിയം ആണ് ABC തരുന്നത്. അപ്പോൾ ബോക്സ് ABC ഈക്വൽ ടു 0 ആണ് 3 വെക്ടേഴ്സ് കോപ്ലനാർ ആണെങ്കിൽ. അതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ഇതാണ്. അത് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ലീനിയർലി ഡിപ്പെൻഡന്റ് ആവും. അതായത് ഇവരുടെ മൂന്നിന്റെയും ഇങ്ങനെ സ്കലാർ മൾട്ടിപ്പിൾസിന്റെ സം എന്തായിരിക്കും? 0 ആയിരിക്കും. 3 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ K1A പ്ലസ് K2B പ്ലസ് K3C ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്, സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഇതായിരുന്നു. സ്കലാർ ആണെങ്കിൽ കിട്ടുന്നത് സ്കലാർ ആയിരുന്നു. അതുകൊണ്ടാണ് അതിനെ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് വിളിച്ചത്. A ഡോട്ട് B ക്രോസ് C. അത് ചെയ്താൽ കിട്ടുന്നത് സ്കലാർ ആയിരുന്നു. ഇനി നമുക്ക് ചെയ്താൽ വെക്റ്റർ കിട്ടണം. ചെയ്താൽ വെക്റ്റർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്രോസ് എടുക്കേണ്ടി വരും. ഇതാണ് വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. A ക്രോസ് B ക്രോസ് C രണ്ടും ക്രോസ് ആണ്. കാരണം ക്രോസ് എടുത്താലേ ലാസ്റ്റ് വെക്റ്റർ കിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഡോട്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ ഡോട്ട് എടുത്താൽ അത് നമ്പർ ആവും. വെക്റ്ററിന്റെ നമ്പർ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ രണ്ട് ഭാഗത്തും ക്രോസ്. A ക്രോസ് B ക്രോസ് C. അത് രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ ഈ ക്രോസും ഡോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്ന പോലെയല്ല. പിന്നെ ബ്രാക്കറ്റും മാറ്റാം. A ക്രോസ് B ക്രോസ് C. ഇത് വേറെ മീനിങ്ങാ. ഇവിടെ ആദ്യം എന്ത് ചെയ്യുന്നു? B ക്രോസ് C കണ്ടിട്ട് അതിനെ എയുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ഇവിടെ A ക്രോസ് B കണ്ടിട്ട് സിയുമായിട്ട് ക്രോസ് ചെയ്യുന്നു. രണ്ടും വേറെ വേറെ മീനിങ് ആണ്. അപ്പൊ രണ്ടെണ്ണം ഉണ്ട്. A ക്രോസ് B ക്രോസ് സിയും A ക്രോസ് B ക്രോസ് സിയും. ആ ബ്രാക്കറ്റ് ആർക്കാണെന്ന് മനസ്സിലാക്കണം. ഫസ്റ്റത്തിലെ ബ്രാക്കറ്റ് A ക്രോസ് B ക്കാണ്, അടുത്തതിൽ B ക്രോസ് C ക്കാണ്. രണ്ടിന്റെയും ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഇതാണ് A ക്രോസ് B ക്രോസ് C. B ഇൻറ്റു ആദ്യം B വരും. ആ ബിന്റെ കൂടെ ഒരു നമ്പർ ഉണ്ടാവും. ആ നമ്പറാണ് A ഡോട്ട് C. പിന്നെ മൈനസ് A. ആ എന്റെ കൂടെ ഒരു നമ്പർ ഉണ്ടാവും, ഒരു കോയിഫിഷ്യന്റ് ഉണ്ടാവും. ദാറ്റ് കോയിഫിഷ്യന്റ് ഇസ് B ഡോട്ട് C. ഇതാണ് A ക്രോസ് B ക്രോസ് C. അത് എഴുതാനൊരു എളുപ്പവഴി പഠിപ്പിച്ചു തരാം. എളുപ്പവഴിയൊന്നുമല്ല, അത് നോക്കിയിട്ട് എങ്ങനെ എഴുതേണ്ടത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയോ? ആദ്യം B എഴുതണം. എപ്പോഴും ആദ്യം B ആണ് എഴുതേണ്ടത്. ആദ്യം B എഴുതുന്നു, എന്നിട്ട് മറ്റേത് രണ്ടിന്റെയും ഡോട്ട്. ഇനി അടുത്തത് എന്ത് എഴുതണം? ബിന്റെ കൂടെ ബ്രാക്കറ്റിൽ ആരാണോ ഉള്ളത് മൈനസ് അത്. ഇനി അതിന്റെ കൂടെ ഒരു നമ്പർ ഉണ്ടാവും. ദാറ്റ് വിൽ ബി മറ്റ് രണ്ടെണ്ണത്തിന്റെയും ഡോട്ട്, B ഡോട്ട് C. ഇതേപോലെ മറ്റേതും എഴുതാം. മറ്റേതിൽ A ക്രോസ് B ക്രോസ് C ആണ്. ഇവിടെയും ആദ്യം എഴുതേണ്ടത് B ആണ്. ഇവിടെയും ആദ്യം എഴുതേണ്ടത് B ആണ്. B എഴുതി കഴിഞ്ഞാൽ മറ്റേത് രണ്ടിന്റെയും ഡോട്ട്, ബിന്റെ കൂടെയുള്ള നമ്പർ. ഇനി അടുത്തത് എഴുതേണ്ടത് ബിന്റെ കൂടെ ആരാണോ ബ്രാക്കറ്റിലുള്ളത്, C. ഇനി മറ്റേത് രണ്ടിന്റെയും ഡോട്ട്. ഇത്രയേ ഉള്ളൂ. എന്ത് വന്നാലും ആദ്യം എഴുതേണ്ടത്, ഈ രണ്ട് ഫോം ആണെങ്കിലും ആദ്യം എഴുതേണ്ടത് B ആണ്. രണ്ട് ഫോം ആണെങ്കിലും ആദ്യം എഴുതേണ്ടത് B ആണ്. എന്നിട്ട് ബിന്റെ കൂടെ മറ്റേത് രണ്ടിന്റെയും ഡോട്ട് മൈനസ് ബിന്റെ കൂടെ ആരാണോ ബ്രാക്കറ്റിലുള്ളത് അത് ഇൻറ്റു അതിന്റെ കൂടെ മറ്റേത് രണ്ടിന്റെയും ഡോട്ട്. ഇതാണ് വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. അപ്പൊ ഇത്രയാണ് നമുക്ക് സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിലും വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റിലും അറിയേണ്ടത്. ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. 2010 JEE അഡ്വാൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇവിടെ വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കാണാം. 3 വെക്ടേഴ്സിനെ ക്രോസ് എടുത്തതായിട്ട് കാണാം. എയും ബിയും എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ ലാസ്റ്റ് എടുക്കുന്നത് ഡോട്ടാണ്. അപ്പോൾ ഒരു ഇൻഡിജർ ആണ് ആൻസർ കിട്ടുക. അന്നത്തെ ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ആദ്യം ഈ ട്രിപ്പിൾ പ്രൊഡക്റ്റ് കാണാം. A ക്രോസ് B ക്രോസ് A മൈനസ് 2B.
3 വെക്ടേഴ്സ് ആണ്. ഇതാണ് ഫസ്റ്റ് വെക്ടർ, ഇത് സെക്കൻഡ് വെക്ടർ, ഇത് മൂന്നാമത്തെ വെക്ടർ. നമുക്കറിയാം എന്ത് വന്നാലും ആദ്യം രണ്ടാമത്തെ വെക്ടറാണ് എഴുതേണ്ടത്, ആദ്യം ബി. ഒന്നുകൂടി ഞാൻ ആ ഇക്വേഷൻ ഇവിടെ എഴുതി കാണിക്കാം. എ ക്രോസ് ബി ക്രോസ് സി ആണെങ്കിൽ ബി ഇൻറ്റു എ ഡോട്ട് സി മൈനസ് ബിൻ്റെ കൂടെ ബ്രാക്കറ്റിലുള്ളത് എ ഇൻറ്റു ബി ഡോട്ട് സി. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം എന്ത് എഴുതുന്നു? ആദ്യം ബി ഇൻറ്റു ബിൻ്റെ കൂടെ ഉണ്ടാവാൻ പോകുന്നത് എ ഡോട്ട് എ മൈനസ് 2b മൈനസ്, ഇനി ബിൻ്റെ കൂടെ ബ്രാക്കറ്റിലുള്ളത് എ. അപ്പം എ ഇൻറ്റു എൻ്റെ കൂടെ ഉണ്ടാവാൻ പോകുന്നത് മറ്റേത് രണ്ടിൻ്റെയും ഡോട്ട് ബി ഡോട്ട് എ മൈനസ് 2b. ഇനി ഇവിടെ ഡോട്ട് എടുക്കുന്നു. ഇതിൽ ഡോട്ട് എടുക്കാൻ പോണ ഫസ്റ്റ് ടേമിൽ എ ഡോട്ട് എ മൈനസ് 2 ഇൻറ്റു എ ഡോട്ട് ബി ഫസ്റ്റ് ടേമിൽ. അടുത്ത ടേമിൽ എൻ്റെ കൂടെ ഡോട്ട് എടുക്കുന്നു ബി ഡോട്ട് എ മൈനസ് 2 ഇൻറ്റു ബി ഡോട്ട് ബി. ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, എ കണ്ടോ? എ യൂണിറ്റ് വെക്ടറാ. മോഡുലസ് ഓഫ് എ ഇസ് ഈക്വൽ ടു 1. അപ്പോൾ എ ഡോട്ട് എ ഈക്വൽ ടു മോഡ് എ സ്ക്വയർ അല്ലേ? എ ഡോട്ട് എയും 1. ബിയും നോക്കിയാൽ മനസ്സിലാവും, ബിയും യൂണിറ്റ് വെക്ടറാണ്. അപ്പോൾ ബി മോഡ് ബി ഈസ് ഈക്വൽ ടു 1, ബി ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 1. ബി ഡോട്ട് ബിയും 1 ആണ്. അപ്പോൾ ബി ഇൻറ്റു ഇത് 1 മൈനസ് 2 എ ഡോട്ട് ബി മൈനസ് എ ഇൻറ്റു ബി ഡോട്ട് എ മൈനസ് 2. ഇനി നിങ്ങൾ നോക്കിയാൽ എ ഡോട്ട് ബി നോക്കുക. അടുത്തത് എ ഡോട്ട് ബി നോക്കുക. എയും ബിയും കണ്ടോ? എ ഡോട്ട് ബി ചെയ്താൽ എന്ത് കിട്ടും? എ ഇസ് ഈക്വൽ ടു ഐ മൈനസ് 2j ബൈ റൂട്ട് 5 ആണ്. ബി ഈക്വൽ ടു 2i പ്ലസ് ജെ പ്ലസ് 3k ബൈ റൂട്ട് 14 ആണ്. എ ഡോട്ട് ബി നോക്കാം. എ ഡോട്ട് ബിക്ക് നമുക്ക് റൂട്ട് 15ഉം റൂട്ട് 14ഉം പുറത്ത് വെക്കാമല്ലോ. 1 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു 1 പിന്നെ 0 ഇൻറ്റു 3. എ ഡോട്ട് ബി 0 ആണ്. എ ഡോട്ട് ബി 0 ആണെന്ന് കിട്ടി. അപ്പോൾ എ ഡോട്ട് ബി 0 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടതിനെ ഇനി ഇങ്ങനെ എഴുതാം. അതെന്തായിരുന്നു? എ ക്രോസ് ബി ക്രോസ് എ മൈനസ് 2b. അത് ലാസ്റ്റ് നമ്മൾ എത്തി നിന്നത് ഇവിടെയായിരുന്നു. അതിൽ ഇത് ഇനിയിപ്പോൾ 0 ആണ്. അപ്പോൾ ബി പ്ലസ് 2a കിട്ടും. അത് ബി പ്ലസ് 2a ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ റിക്വയർഡ് ആൻസർ ഇതാണ്. 2a പ്ലസ് ബിനോട് ഇതിനെയാണ് ഡോട്ട് ചെയ്യാൻ പറഞ്ഞത്. അതിപ്പോൾ ബി പ്ലസ് 2a ആണെന്ന് കിട്ടി. ഇനി ഇത് തമ്മിൽ ഡോട്ട് ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു എ ഡോട്ട് ബി പ്ലസ് 2a ഡോട്ട് 2a പ്ലസ് ബി ഡോട്ട് ബി പ്ലസ് 2 ഇൻറ്റു ബി ഡോട്ട് എ. ഇവിടെയും ഇത് രണ്ടും 0 ആണ്. എ ഡോട്ട് ബി 0 ആണല്ലോ. അപ്പോൾ ഇത് കിട്ടും. അവിടെ 4 കിട്ടും. 4 ഇൻറ്റു മോഡ് എ സ്ക്വയർ. എ ഡോട്ട് എ മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ രണ്ടും 1 ആണ്. 5. ഇത്രയേ ഉള്ളൂ. വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇൻഡിജർ ടൈപ്പ്. ജസ്റ്റ് ആ വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ ഫോർമുല എഴുതാൻ അറിയാം, പിന്നെ ഡോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ് ഒരു വെക്റ്റർ ഉണ്ട്, വൈ വേറൊരു വെക്റ്റർ ഉണ്ട്, സെഡ് വേറൊരു വെക്റ്റർ ഉണ്ട്. ഫോർ 2 ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആൽഫ ആൻഡ് ബീറ്റ ഡിഫൈൻ വേറെ 3 വെക്ടേഴ്സ് ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ സെഡ്. ആ വെക്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മേലെ പറഞ്ഞ 3 വെക്ടേഴ്സിൻ്റെ ഒക്കെ ലീനിയർ കോമ്പിനേഷൻസ് ആണ്. ഇനി ഈ ക്യാപിറ്റൽ എക്സ് ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ സെഡ് ലൈ ഇൻ എ പ്ലെയിൻ. ഇവർ കോപ്ലാനാർ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 3? ഇവിടെ
ഇത് മൂന്നും ഒരേ പ്ലെയിനിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവരുടെ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എടുത്താൽ 0 ആയിരിക്കും. ഇവരുടെ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എടുത്താൽ 0 ആയിരിക്കും. സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് 0 ആയിരിക്കും. ഇനി അവർ നോക്കുക, അവരുടെ കമ്പോണൻസ് ആയിട്ട് നമുക്കില്ല. ക്യാപിറ്റൽ എക്സ്, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ സെഡിന്റെ IJK കമ്പോണൻസ് ഇല്ല. അവരെ ഈ സ്മോൾ എക്സ്, സ്മോൾ വൈ, സ്മോൾ സെഡിന്റെ ടേംസിൽ ഈ 3 വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻസ് ആക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എഴുതിയത് കൊണ്ട് നമുക്ക് നേരെ ഇവരുടെ കമ്പോണൻസ് അറിയാത്തത് കൊണ്ട് മറ്റേ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് നേരെ എഴുതാൻ പറ്റില്ല. ഈ വെക്ടേഴ്സ് ഈ 3 സ്മോൾ എക്സ്, സ്മോൾ വൈ, സ്മോൾ സെഡിന്റെ കമ്പോണൻസ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ XYZ വെക്ടേഴ്സ് കിട്ടുക എപ്പോഴാണെന്നറിയോ? സ്മോൾ XYZനെ A മെട്രിക്സുമായിട്ട് ഡോട്ട് ചെയ്യുമ്പോൾ. A മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിച്ചത് ഇവരുടെ കോഎഫിഷ്യൻസ് ആണ്. ഇവരുടെ കോഎഫിഷ്യൻസ് ആണ്. അതായത് ഇങ്ങനെ 2 വെക്ടേഴ്സ് ഉണ്ട്. ഇവിടെ ആൽഫ, ബീറ്റ, ഗാമ എഴുതിയതൊക്കെ ശ്രദ്ധിക്കണം. ആദ്യം ആൽഫ, ബീറ്റ, -1 ആണ്. ഇവിടെ ആൽഫ, ബീറ്റ, -1 ഈ ZX മാറ്റിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. -1 ആൽഫ, ബീറ്റ, ബീറ്റ -1 ആൽഫ. ഈ ക്യാപിറ്റൽ എക്സ്, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ സെഡ് കിട്ടിയിരിക്കുന്നത് ഈ വെക്ടേഴ്സ് കണ്ടോ, XYZ വെക്ടേഴ്സിനെ, അതിനെ ഇതുമായിട്ട് ഡോട്ട് ചെയ്യുമ്പോൾ, ഡോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ വെക്ടേഴ്സിനെയും എന്ത് ചെയ്യുക, ഓരോ വെക്ടേഴ്സിനെയും അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ അത് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ വെക്ടറിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഡോട്ട് ചെയ്തു. അങ്ങനെ ഡോട്ട് ചെയ്യുമ്പോഴല്ലേ ആൽഫ എക്സ് പ്ലസ് ബീറ്റ വൈ പ്ലസ് -Z കിട്ടിയത്. ഇതിനെ ഇതുമായിട്ട് ഡോട്ട് ചെയ്തു. അപ്പോൾ -X വൈ ആൽഫ ബീറ്റ Z കിട്ടും. അതല്ലേ ഇത്. ക്യാപിറ്റൽ Z കിട്ടിയത് ഇതിനെ ഇതുമായിട്ട് ഡോട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ലീനിയർ കോമ്പിനേഷൻസ് ആണെന്ന് പറയും. ക്യാപിറ്റൽ എക്സ്, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ Z XYZന്റെ ലീനിയർ കോമ്പിനേഷൻസ് ആണെന്ന് പറയും. XYZനെ ഒരു മെട്രിക്സ് A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക, XYZന്റെ വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ഈ സ്മോൾ XYZന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് A. അങ്ങനെയാണ് ക്യാപിറ്റൽ എക്സ്, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ Z സ്മോൾ എക്സ്, സ്മോൾ വൈ, സ്മോൾ സെഡിനെ ഒരു മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണെങ്കിൽ, ഒരു മെട്രിക്സിൻ്റെ അല്ലെങ്കിൽ അതുമായിട്ട് ഡോട്ട് എടുത്തതാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ സെഡിൻ്റെ ഡിറ്റർമിനന്റ്, അതിൻ്റെ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ഇൻറ്റു ആ കോഎഫിഷ്യൻ്റ് മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ ഇത് ഈക്വൽ ടു 0 ആണെന്ന് അറിയാം. ഇനി XYZന്റെ ഡിറ്റർമിനന്റ് നോക്കുക, അല്ലെങ്കിൽ XYZന്റെ ഡിറ്റർമിനന്റ് അല്ല, സ്കലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. അത് 1 2 3 ഫസ്റ്റ് റോയിൽ എക്സിന്റെ കോഎഫിഷ്യൻസ്, അടുത്തതിൽ 2 3 1, അടുത്തതിൽ 3 1 2. ഇനി ഇവിടെ ഡിറ്റർമിനന്റ് A, ഡിറ്റർമിനന്റ് ആണ്, ഡിറ്റർമിനന്റ് A മറ്റേ കോഎഫിഷ്യൻസിന്റെ മെട്രിക്സ് ആൽഫ ബീറ്റ -1 ആൽഫ ബീറ്റ, ബീറ്റ -1 ആൽഫ. ഇത് 0 ആവണം. അപ്പോൾ ഇത് 0 ആവണമെങ്കിൽ either this is 0 or this is 0. ഇത് 0 അല്ല. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ വാല്യൂ എന്താ കിട്ടുക?
1 ഇൻറ്റു 6 മൈനസ് 1 മൈനസ് 2 ഇൻറ്റു 4 മൈനസ് 3 പ്ലസ് 3 ഇൻറ്റു 2 മൈനസ് 9 കിട്ടും. ഇൻറ്റു ഇതിന് ഞാൻ ഡിറ്റർമിനൻ്റ് എ എന്ന് വിളിച്ചു ഈക്വൽ ടു 0. ദിസ് ഇസ് 5 മൈനസ് 2 മൈനസ് 21 ഡിറ്റർമിനൻ്റ്. അപ്പോൾ ഇത് 0 അല്ല. ഇംപ്ലൈസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0. അപ്പം അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനൻ്റ് എ ആണ് 0. ഡിറ്റർമിനൻ്റ് എ ആൽഫ ബീറ്റ മൈനസ് 1 മൈനസ് 1 ആൽഫ ബീറ്റ ബീറ്റ മൈനസ് 1 ആൽഫയാണ്. ഇത് ഈക്വൽ ടു ആണ് 0. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം. ആൽഫ ഇൻറ്റു ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ മൈനസ് ബീറ്റ ഇൻറ്റു മൈനസ് ആൽഫ മൈനസ് ബീറ്റ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1 മൈനസ് ആൽഫ ബീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആൽഫ ക്യൂബ് പ്ലസ് ആൽഫ ബീറ്റ പ്ലസ് ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ക്യൂബ് മൈനസ് 1 പ്ലസ് ആൽഫ ബീറ്റ ഈക്വൽ ടു 0. അപ്പം ഇങ്ങനെ കിട്ടും. ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് പ്ലസ് മൈനസ് 1 പ്ലസ് 3 ആൽഫ ബീറ്റ ഈക്വൽ ടു 0. ആൽഫ ക്യൂബ് ബീറ്റ ക്യൂബ് മൈനസ് 1 പ്ലസ് 3 ആൽഫ ബീറ്റ ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് മൈനസ് 3abc ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ബി സി മൈനസ് സി സി. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വൽ ടു 0 ആണെങ്കിലോ, ദെൻ ഇഫ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഈക്വൽ ടു 0, അത് 0 ആണെങ്കിൽ that implies either a plus b plus c equal to 0 or a square plus b square plus c square minus ab minus bc minus ac equal to 0. ഇങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതെന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഇതിനെ ഞാൻ എ എന്നെടുത്തു ആൽഫ, ഇതിനെ ബി എന്നെടുത്തു ബീറ്റ, ഇതിനെ സി ആയി എടുത്തു മൈനസ് സി. അങ്ങനെയാണെങ്കിൽ ഇതെന്താ, ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ, മൈനസ് ഓഫ് 3 ആൽഫ ബീറ്റ ഇൻറ്റു മൈനസ് 1 എന്ന് എഴുതിക്കൂടെ. ഇത് 3abc ആയില്ലേ. അപ്പം അത് ഏത് ഫോമിലായി? അത് ഈ ഫോമിലായി. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഈക്വൽ ടു 0 ഫോമിലായി. അത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് മൈനസ് 3abc ഈക്വൽ ടു 0 ഫോമിലായി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒന്നെങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 0. അല്ലെങ്കിലോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ ബി മൈനസ് ആൽഫ ബീറ്റ, പിന്നെ മൈനസ് ബി സി മൈനസ് ബീറ്റ മൈനസ് 1 മൈനസ് എ സി മൈനസ് ആൽഫ ഇൻറ്റു മൈനസ് 1 ഈക്വൽ ടു 0. സോ ഇത് കിട്ടും ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ബീറ്റ പ്ലസ് ആൽഫ പ്ലസ് 1 മൈനസ് ആൽഫ ബീറ്റ ഈക്വൽ ടു 0. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആൽഫ ബീറ്റ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കേസിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് ഇത് പോസിറ്റീവാണ്, ഇതെല്ലാം പോസിറ്റീവാണ്. അതിൻ്റെ കൂടെ മൈനസ് ആൽഫ ബീറ്റയും കൂടി ആഡ് ചെയ്തിട്ട് 0 ആവണം. ഇതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സ്. പിന്നെ മൈനസ് എ ബിയിൽ മാത്രമാണ് ഒരു നെഗറ്റീവ് വരുന്നത്. ഈ ആൽഫ ബീറ്റേൻ്റെ വാല്യൂ നമുക്കറിയാലോ, ആൽഫ പ്ലസ് ബീറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആൽഫ ബീറ്റ ആണല്ലോ. അപ്പോൾ ആൽഫ പ്ലസ് ബീറ്റ എന്തായാലും 2 ആൽഫ ബീറ്റേനേക്കാൾ വലുതാണ്. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ഒക്കെ ഉണ്ട്.
അപ്പോൾ ഇതെങ്ങനെയായാലും ഇത് 0 ആവില്ല. ഇത് പോസിറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് ഇതൊരിക്കലും 0 ആവില്ല. അപ്പോൾ ആകെ ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. ആൽഫ പ്ലസ് ബീറ്റ -1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് റൈറ്റ്. ആൽഫ പ്ലസ് ബീറ്റ, മറ്റേത് 0 ആവില്ല. കാരണം ഇവിടെ ആൽഫ സ്ക്വയർ ബീറ്റ സ്ക്വയർ ഉണ്ട്. ഇതെല്ലാം പോസിറ്റീവാണ്. ലാസ്റ്റ് ഒരു ആൽഫ ബീറ്റ മാത്രമേ നെഗറ്റീവ് ഉള്ളൂ. പിന്നെ AM ഗ്രേറ്റർ ദാൻ GM ഇനീക്വാളിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെ നോക്കിയാലും ഇത് 0 ആവില്ല. ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് കിട്ടും. സോ മറ്റേത് 0 ആവാൻ കാരണം ഇസ് ബിക്കോസ് ആൽഫ പ്ലസ് ബീറ്റ -1 ഈക്വൽ ടു 0. നമ്മളോട് ചോദിച്ചത് ആൽഫ പ്ലസ് ബീറ്റ -3 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു -2. അപ്പോൾ ആൻസർ -2 ആണ്. ആൻസർ വിൽ ബി -2. അപ്പോൾ അത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്കെലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റും വെക്റ്റർ ട്രിപ്പിൾ പ്രൊഡക്റ്റും. ഇതിലെ കോൺസെപ്റ്റ്സ് 3Dയിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. 3Dയിൽ ഇപ്പോൾ 3 ലൈൻസ് കോപ്ലനാർ ആണോ നോക്കാനൊക്കെ നമ്മൾ ഈ കൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കറസ്പോണ്ടിങ് വെക്ടേഴ്സ് കോപ്ലനാർ ആവുന്ന കണ്ടീഷനാണ് ഉപയോഗിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. എല്ലാവർക്കും നിങ്ങളുടെ JEE അഡ്വാൻസിന് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.